ഞാനൊരു ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിക്ക് ജോലി കിട്ടി. അങ്ങനെ അവൾ നമ്മുടെ സെൻറ്ററിലേക്ക് വന്നിട്ട് ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ലഡു ഒക്കെ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം അവൾ കുറച്ചെങ്ങനെ സംസാരിച്ചു, ഞാനിങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, ചേച്ചിയുടെ ആദ്യ ശമ്പളം എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ ആദ്യ ശമ്പളം ചെയ്തത് എൻ്റെ വീട്ടിലെ ബൾബുകളൊക്കെ മാറ്റി പുതിയ ബൾബുകൾ വെച്ചു. എന്നിട്ട് ഞാൻ 3 ദിവസം ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ പഠിക്കുന്നത് വല്ലാത്ത ഇഷ്ടമല്ല. കാരണം പഠിക്കുന്ന ഭാര്യയും പഠിക്കാത്ത ഭർത്താവും തമ്മിൽ ഒരു ആശയപരമായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോഴൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഹസ്ബൻഡ് ലൈറ്റ് ഓഫ് ആക്കുമല്ലോ, എന്നിട്ട് പറയും, എൻ്റെ പണം കൊണ്ടാണ് നീ പഠിക്കുന്നത്, അതുകൊണ്ട് ഇത് ഇടാൻ പറ്റൂല. കുട്ടി ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് പിറ്റേ ദിവസം അച്ഛനെ വിളിച്ച് പറയുകയാണ്, അച്ഛാ എനിക്ക് പഠിക്കണം. അങ്ങനെ അച്ഛന് അപ്പോൾ തന്നെ വരുന്ന സമയത്ത് കുറച്ച് മെഴുകുതിരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വെളിച്ചത്തിലിരുന്നാണ് ഈ ഒരു പെൺകുട്ടി പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മധുര പ്രതികാരമായിരുന്നു ആ 3 ദിവസത്തെ ലൈറ്റ് ഓണാക്കൽ. ഞാൻ ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു നിർണായക പങ്ക് വഹിച്ചത് ഹസ്ബൻഡാണ്. കാരണം നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്ന ഒരു മനോഗതി കൊണ്ടുവന്നതുകൊണ്ടാണ് എളുപ്പത്തിൽ കിട്ടിയത്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര വെല്ലുവിളികൾ ഉണ്ടാകുന്നു അത്രയും നമുക്ക് പവർ ഉണ്ടാകും. ഇഷ്ടിക എത്രത്തോളം ചൂടാക്കുന്നു അത്രത്തോളം അതിൻ്റെ പവർ കൂടും. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പിറകോട്ട് നിൽക്കാതെ അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു പവർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യ സാലറി നിങ്ങളുടെ മധുര പ്രതികാരം തീർക്കുന്നതിലേക്ക് വെക്കുക. നിങ്ങളുടെ ആദ്യ സാലറി നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി ഏത് മത്സര പരീക്ഷകൾക്കും കോൺഫിഡൻസോടെ തയ്യാറെടുക്കാം ലാമൻ ബുക്സിലൂടെ. PSC, SSC, കേട്ടറ്റ് ആൻഡ് സ്കോളർഷിപ്പ് എക്സാംസ്.